നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യുകെയിൽ അപകടത്തിൽ മരണമടഞ്ഞ റേഗൻ ജോസിന്റെ വേർപാട് അവിടുത്തെ മലയാളി സമൂഹത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി. ബെഡ്ഫോർഡിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെ ക്രെയിനിൽ നിന്ന് കനമേറിയ ലോഡ് താഴേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തലക്കേറ്റ് ഗുരുതരമായ പരിക്കാണ് റേഗന്റെ ജീവൻ അപഹരിച്ചത്. ക്രെയിനിന്റെ ബെൽറ്റ് പൊട്ടി ഉയർത്തിയിരുന്ന ടണ്ണോളം കനമുള്ള വസ്തു തെന്നിമാറി താഴേക്ക് വീഴുകയായിരുന്നു അത്രേ. താഴെ നിന്നിരുന്ന റേഗന് ഓടി മാറാൻ കഴിയും മുമ്പേ ദുരന്തം സംഭവിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രി എമർജൻസി യൂണിറ്റിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു നേപ്പാൾ സ്വദേശിയും അപകടത്തിൽ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. കാലടി കൊറ്റമ്മം സ്വദേശിയായ റേഗൻ ജോസ് 4 മാസം മുമ്പ് മാത്രമാണ് യുകെയിലെത്തിയത്. കൊറ്റമ്മം മണവാളൻ ജോസിന്റെ മകനാണ് റേഗൻ. യുകെയിൽ നഴ്സായ ഭാര്യ സ്റ്റീനയുടെ ഡിപെൻഡന്റ് വിസയിലാണ് 36 വയസ്സുള്ള റേഗൻ യുകെയിലെത്തിയത്. തുടർന്ന് ഭാര്യയുടെ ജോലിസ്ഥലമായ ബെൽഫോർഡിൽ കുടുംബസമേതം താമസിക്കുകയായിരുന്നു. തൃശൂർ സ്വദേശിയായ ഭാര്യ സ്റ്റീന ബെഡ്ഫോർഡ് NHS ആശുപത്രിയിൽ നഴ്സാണ്. 4 വയസ്സുള്ള ഇവ ഏക മകൾ. മൃതദേഹം ബെഡ്ഫോർഡ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞ സമീപവാസികളായ മലയാളികളും അസോസിയേഷൻ പ്രവർത്തകരും റേഗന്റെ വീട്ടിലും ആശുപത്രിയിലും എത്തിക്കൊണ്ടിരിക്കുന്നു.